എസിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സ്വയമേൽ ലഭിക്കുന്ന പൗരത്വാവകാശം സുപ്രീം കോടതി ശരിവച്ചതിന് തൊട്ടു പിന്നാലെ രാജ്യത്തെ ബർത്ത് ടൂറിസം വ്യവസായത്തിനെതിരെ കടുത്ത നടപടികളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എസ് നീതിന്യായ വകുപ്പ്. വിദേശ പൗരന്മാർ തങ്ങളുടെ കുട്ടികൾക്ക് അമേരിക്കൻ പൗരത്വം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രം ഗർഭകാലത്ത് എസിലേക്ക് യാത്ര ചെയ്യുന്ന പ്രവണതയാണിത്. ഇതിനെ ബർത്ത് ടൂറിസം എന്നാണ് അറിയപ്പെടുന്നത്. അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം നൽകുന്നത് തടയാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറപ്പെടുവിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവ് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരുന്നു. പൗരത്വാവകാശം രാജ്യത്തെ പരമോന്നത കോടതി ശക്തമായി നിലനിർത്തിയ സാഹചര്യത്തിൽ നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ ഇത് ചൂഷണം ചെയ്യുന്ന വിദേശികളെ ലക്ഷ്യമിട്ടാണ് അധികൃതർ ഇപ്പോൾ നീങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി ബർത്ത് ടൂറിസത്തിൽ ഏർപ്പെടുന്നവർക്കെതിരെ ഇനി മുതൽ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്താൻ നീതിന്യായ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് നീതിന്യായ വകുപ്പ് കൊണ്ടുവന്ന പുതിയ നിയമങ്ങളെ കുറിച്ചാണ്. നീതിന്യായ വകുപ്പിന്റെ കർശനമായ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യമേ ഒന്ന് നോക്കാം. ബർത്ത് ടൂറിസം ഉയർത്തുന്ന ഭീഷണിയെ ഗൗരവമായി കാണുമെന്നും ഇതിൽ ഏർപ്പെടുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ആവശ്യപ്പെട്ട് നീതിന്യായ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ കോളിൻ മക്ഡൊണാൾഡ് എല്ലാ DOJ ജീവനക്കാർക്കുമായി ഒരു ഔദ്യോഗിക മെമ്മറാണ്ടം പുറപ്പെടുവിച്ചു. വ്യാജ കാരണങ്ങൾ കാണിച്ച് ലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് അവിടെ പ്രസവിച്ച് കുട്ടികൾക്ക് പൗരത്വം നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിദേശികൾ ഇനി മുതൽ കടുത്ത ക്രിമിനൽ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ഈ മെമ്മോയിൽ മുന്നറിയിപ്പ് നൽകുന്നു. ഇത്തരക്കാർക്കെതിരെ കുറ്റങ്ങൾ ചുമത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്താണ് ഇത്തരക്കാർക്കെതിരെ ചുമത്തുന്ന കുറ്റകൃത്യങ്ങൾ എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഒന്നാമത്തേത് വിസ തട്ടിപ്പാണ്. ഇതിന് അവർ നൽകുന്ന വിശദീകരണം യഥാർത്ഥ ലക്ഷ്യം മറച്ചുവെച്ച് തെറ്റായ വിവരങ്ങൾ നൽകി വിസ കൈക്കലാക്കിയവർ ആണെന്നാണ്. അടുത്തത് കള്ളപ്പണം വെളുപ്പിക്കലാണ്. നിയമവിരുദ്ധമായ ഇടപാടുകളിലൂടെ കള്ളപ്പണം കൈമാറ്റം ചെയ്യുന്നവരാണിവർ. അടുത്തത് വ്യാജ വ്യക്തിത്വ നിർമ്മാണമാണ്. മറ്റുള്ളവരുടെ രേഖകളിലോ വിവരങ്ങളിലോ ഇവിടേക്ക് പ്രവേശിച്ച് അത് ദുരുപയോഗം ചെയ്യുന്നവരാണ്. അടുത്തത് വയർ ഫ്രോഡ് ആണ്. ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്നവരാണിത്. നിലവിലുള്ള ക്രിമിനൽ നിയമങ്ങൾ പ്രകാരം വിസ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള ഇത്തരം പ്രവൃത്തികൾ നിരോധിച്ചിട്ടുള്ളതാണ്. ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികളെ മാത്രമല്ല, ഇത്തരം സേവനങ്ങൾ വിദേശികൾക്ക് നൽകുകയോ അതിനായി പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന ഏജൻസികളെയും വ്യക്തികളെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുമെന്ന് നീതിന്യായ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മാഫിയ സംഘങ്ങളെ കണ്ടെത്താനായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അറ്റോർണിമാരും ക്രിമിനൽ ഡിവിഷനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കോളിൻ മക്ഡൊണാൾഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ബർത്ത് ടൂറിസം വ്യവസായത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്നൊന്ന് നോക്കാം. അമേരിക്കയിൽ പ്രതിവർഷം നടക്കുന്ന 35 ലക്ഷത്തിലധികം പ്രസവങ്ങളിൽ ഏകദേശം 26,000 പ്രസവങ്ങളെങ്കിലും ബർത്ത് ടൂറിസവുമായി ബന്ധപ്പെട്ടതാണ്. മൈഗ്രേഷൻ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ദ ഹെറിറ്റേജ് ഫൗണ്ടേഷൻ പ്രസിദ്ധീകരിച്ച ദ ന്യൂ ഫേസ് ഓഫ് ബർത്ത് ടൂറിസം എന്ന റിപ്പോർട്ടിൽ വിദേശ വനിതകൾ ൽ പ്രവേശിച്ച് കുട്ടികൾക്ക് പൗരത്വം നേടുന്നതിന്റെ വിവിധ വശങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. കൂടാതെ അമേരിക്കയിലെ വാടക ഗർഭധാരണ നിയമങ്ങൾ വിദേശ പൗരന്മാർ ദുരുപയോഗം ചെയ്യുന്നതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. അമേരിക്കൻ സ്ത്രീകളെ വാടക ഗർഭധാരണത്തിനായി ഉപയോഗപ്പെടുത്തി പൗരത്വം നേടിയെടുക്കുന്ന മറ്റൊരു രീതിയും ഇതിലൂടെ വളർന്നു വരുന്നുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്താണ് ബാക്ക് ഓഫ് ആക്ട് നിയമനിർമ്മാണം എന്ന് നോക്കാം. ഭരണപരമായ നടപടികൾക്ക് പുറമെ ബർത്ത് ടൂറിസം പൂർണ്ണമായി തടയുന്നതിനുള്ള ശക്തമായ നിയമനിർമ്മാണ ശ്രമങ്ങളും അമേരിക്കയിൽ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ സെനറ്റർ ജോൺ കോളിനർ ഇത് സംബന്ധിച്ച ഒരു ബില്ല് അവതരിപ്പിച്ചു. ബെയറിംഗ് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ബൈ കീപ്പിംഗ് ഔട്ട് ഓഫ് ഫോറിൻ ഫ്രോഡ്സ്റ്റേഴ്സ് ആക്ട് അഥവാ ബാക്ക് ഓഫ് ആക്ട് എന്നാണ് ഈ ബില്ലിന്റെ പേര്. ഈ നിയമത്തിലെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നാടുകടത്തലും പ്രവേശന വിലക്കുമാണ് ഒന്നാമത്തേത്. ബർത്ത് ടൂറിസത്തിൽ ഏർപ്പെടുന്ന വിദേശികളെ അമേരിക്കയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കാനും രാജ്യത്തുള്ളവരെ നാടുകടത്താനും ഈ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു. അടുത്തത് കസ്റ്റഡിയിലെടുക്കലാണ്. ബർത്ത് ടൂറിസവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പിന് അധികാരം നൽകും. അടുത്തത് സ്വദേശത്തേക്ക് മടക്കി അയക്കലാണ്. നിയമ നടപടികൾ നേരിടുന്ന വിദേശികൾക്ക് ൽ തുടരാൻ അനുവാദം നൽകില്ല. കേസ് നടക്കുമ്പോൾ അവരെ സ്വന്തം രാജ്യത്തേക്ക് മടക്കി അയക്കും. ഇതിലൂടെ അവർ ൽ വെച്ച് പ്രസവിക്കുന്നതും കുട്ടികൾക്ക് പൗരത്വം ലഭിക്കുന്നത് തടയാൻ സാധിക്കും. അടുത്തത് മറ്റ് രാജ്യങ്ങൾക്കെതിരെയുള്ള നടപടികളാണ്. ബർത്ത് ടൂറിസത്തിൽ ഏർപ്പെടുന്ന സ്വന്തം പൗരന്മാരെ തിരികെ കൊണ്ടുപോകാൻ സഹകരിക്കാത്ത വിദേശ രാജ്യങ്ങൾക്കെതിരെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരം രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെക്കും. അടുത്തത് വൈദ്യപരിശോധനയും വിസ നിഷേധിക്കലുമാണ്.
ബർത്ത് ടൂറിസത്തിൽ സംശയിക്കപ്പെടുന്ന ഗർഭധാരണ പ്രായത്തിലുള്ള സ്ത്രീകളെ പബ്ലിക് ഹെൽത്ത് സർവീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നിർബന്ധിത വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കും. ഏതെങ്കിലും വിദേശ വനിത ഗർഭിണിയാണോ അതോ ബർത്ത് ടൂറിസത്തിന്റെ ഭാഗമായാണ് വരുന്നതെന്നോ സംശയം തോന്നിയാൽ വിസ അപേക്ഷകൾ നിരസിക്കാനോ വൈകിപ്പിക്കാനോ കോൺസുലാർ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടായിരിക്കും. ഇനി എന്താണ് ജന്മാവകാശ പൗരത്വം സംബന്ധിച്ചുള്ള കോടതി ഉത്തരവ് എന്നുകൂടെ നമുക്ക് നോക്കാം. US-ൽ ജനിക്കുന്ന കുട്ടികൾക്ക് സ്വയമേ ലഭിക്കുന്ന പൗരത്വാവകാശം റദ്ദാക്കിക്കൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറപ്പെടുവിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവ് സുപ്രീം കോടതി 6-3 ഭൂരിപക്ഷത്തിൽ റദ്ദാക്കി. ട്രംപ് വേഴ്സസ് ബാർബറ എന്ന ഈ കേസിൽ അനധികൃത കുടിയേറ്റക്കാരുടെയോ താൽക്കാലിക വിസയിലുള്ളവരുടെയോ മക്കൾക്ക് US മണ്ണിൽ ജനിച്ചതുകൊണ്ട് മാത്രം പൗരത്വം നൽകേണ്ടതില്ല എന്നായിരുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം. എന്നാൽ ഭരണഘടനയുടെ 14-ാം ഭേദഗതിയിലെ സിറ്റിസൺഷിപ്പ് ക്ലോസ് അനുസരിച്ച് US മണ്ണിൽ ജനിക്കുന്ന ഏതൊരാൾക്കും പൗരത്വത്തിന് അർഹതയുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് എഴുതിയ ഭൂരിപക്ഷ വിധിയിൽ വ്യക്തമാക്കി. ഭരണഘടനാ ശില്പികൾ ഈ അവകാശം എല്ലാവർക്കും ഉറപ്പു നൽകിയിട്ടുള്ളതാണെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. ജൂൺ 30-നായിരുന്നു കോടതി ഈ കേസിൽ വിധി പറഞ്ഞത്. US ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരത്വ നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ അമേരിക്കൻ ഭരണകൂടം കൈക്കൊള്ളുന്ന ഏറ്റവും കർശനമായ നീക്കമാണിത്. സുപ്രീം കോടതി വിധിയിലൂടെ ജന്മാവകാശ പൗരത്വം റദ്ദാക്കാൻ കഴിയില്ലെന്ന് വ്യക്തമായതോടെ വ്യാജ വിസാരേഖകൾ വഴിയുള്ള കടന്നുകയറ്റവും സാമ്പത്തിക ഇടപാടുകളും തടഞ്ഞ് ബർത്ത് ടൂറിസത്തിന്റെ വേരറുക്കാനാണ് US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റും സെനറ്ററും ശ്രമിക്കുന്നത്.